Good afternoon. Good afternoon, ma'am. Good afternoon. Prayer ആരാണ്? Prayer ആരാണ്? നിങ്ങൾ കേൾക്കുന്നില്ല ഞാൻ പറയുന്നേ? Good morning, Miss കേൾക്കാം. Miss prayer ഞാൻ പാടാം. ഹൃദയരാഗതന്ത്രി നീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ ആദിനാമം നിന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടും ഈ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചൂടുവയ്ക്കും ഈ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞുകണങ്ങൾ സുഖമാകണേ. അമ്മ ഉമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗതന്ത്രി നീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴും ആദിനാമം ഇന്നു വാഴ്ത്തിടാം. Okay, thought of the day. Thought of the day. Life has no remote control. Get up and change it by yourself. Okay, signing ആരാണ്? Signing. ആരില്ല. ജൻസ് കുറവാണെന്ന് ഞാൻ തന്നെ
പാടട്ടെ മിസ്. ഇല്ല മാം, ഞാനൊരു പാട്ട് പാടാം മാം. ഓക്കെ. ആരാ നേരത്തെ പറഞ്ഞ ആളാണോ? ഓക്കെ. ചെയ്തോളൂ, സൈൻ ചെയ്തോളൂ. ഒരു പാട്ട് പാടുവോന്നെ കന്നഡയിലെ? ആശ്രയവും നീനേസയ്യാ, നന്നാധാരം നീനേസയ്യാ. ആശ്രയവും ನೀನೇಸಯ್ಯ, ನನ್ನ ಆಧಾರಂ ನೀನೇಸಯ್ಯ. ನಿನ್ನಿಂದಾಗಾದ ಕಾರ್ಯ ಒಂದೂ ಇಲ್ಲ, ನಿನ್ನಿಲೆಲ್ಲ ಸಾಧ್ಯವಯ್ಯ. ನಿನ್ನಿಂದಾಗಾದ ಕಾರ್ಯ ಒಂದೂ ಇಲ್ಲ, ನಿನ್ನಿಲೆಲ್ಲ ಸಾಧ್ಯವಯ್ಯ. ಇದುವರೆಗೂ ನನ್ನ ನಡೆಸಿದ ಎಬನೇಸರ ನೀನೇನಯ್ಯ. ಇದುವರೆಗೂ ನನ್ನ ನಡೆಸಿದ ಎಬನೇಸರ ನೀನೇನಯ್ಯ. ಆಶ್ರಯವೂ ನೀನೇಸಯ್ಯ, ನನ್ನ ಆಧಾರ ನೀನೇಸಯ್ಯ. Thank you. Okay, thank you. Good afternoon to all. നമ്മൾ യൂണിറ്റ് 3 കുറച്ച് എടുത്തായിരുന്നില്ല, എവിടെ വരെ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? ഫാമിലി വരെ പറഞ്ഞു മാം. ഫാമിലി വരെ പറഞ്ഞു. യെസ്. Okay, factors that influence emotional development ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ് ഉണ്ട്, ഇന്റലിജൻസ്, ഫാമിലി. നെക്സ്റ്റ് വരുന്നത് സോഷ്യൽ അറ്റ്മോസ്ഫിയർ ആണ്. Healthy and conducive atmosphere of the school always results in balanced emotional growth of children. The physical facilities of the school, curricular and co-curricular activities, methods of teaching, nature of discipline and relationship among the members of the staff and head of the institution. Pupil-teacher relationships also affect the emotional development of children. സോഷ്യൽ അറ്റ്മോസ്ഫിയർ എന്താണ്? സോഷ്യൽ അറ്റ്മോസ്ഫിയർ ഒരു ഇമോഷണൽ ഡെവലപ്മെന്റിനെ നമ്മുടെ സോഷ്യൽ അറ്റ്മോസ്ഫിയർ അഫക്ട് ചെയ്യോ? പ്രത്യേകിച്ച് നമ്മുടെ സ്കൂൾ സിറ്റുവേഷൻസ് അല്ലെ? അതായത് നമ്മുടെ സ്കൂൾ എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻസ് ഒക്കെ ബാലൻസ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് അല്ലെ? കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വീട്ടിലുള്ള ഇമോഷൻസ് ആയിരിക്കില്ല കുട്ടികള് സ്കൂൾ അന്തരീക്ഷത്തിൽ കാണിക്കുന്നത് അല്ലെ? വ്യത്യാസമുണ്ട്. കാരണം എന്തുകൊണ്ട്? അവിടെ റെസ്ട്രിക്റ്റഡ് ആണ് അല്ലെ? അവർക്ക് അറിയാം ഒരുപാട് ക്ലാസ്സിൽ തന്നെ ഒരുപാട് കുട്ടികളുണ്ട്. ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യത്തെ ദിവസങ്ങളിൽ ചിലപ്പോ ഓപ്പൺ ആയിട്ട് കരയുമായിരുന്നെങ്കിലും പിന്നീട് എന്താണ് അവരുടെ ഇമോഷൻസ് ബാലൻസ് ചെയ്യാൻ തുടങ്ങും അല്ലെ? ക്ലാസ്സിൽ മറ്റു കുട്ടികളുണ്ട്, ടീച്ചർ വഴക്ക് പറയും, അല്ലെങ്കിൽ ഞാൻ കരയാൻ പാടില്ല, അല്ലെങ്കിൽ കരച്ചിൽ വന്നാൽ അവരെന്താ ചെയ്യാറ്? ചിലപ്പോൾ അടക്കി പിടിച്ച് നിൽക്കും അല്ലെ കുട്ടികളെ? അതായത് ബാലൻസ് ചെയ്യണം. കാരണം കുട്ടികൾ മറ്റു കുട്ടികൾ കണ്ട കളിയാക്കോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താഗതികൾ കുട്ടികൾക്ക് ആ സമയത്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ സോഷ്യൽ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് സ്കൂൾ സിറ്റുവേഷൻസ് ആണ് അല്ലെ? സ്കൂൾ സിറ്റുവേഷൻസ് ആണ്. അപ്പൊ അവരവിടെ എന്ത് ചെയ്യുന്നത്? ഇമോഷൻസ് ബാലൻസ് ചെയ്യാണ്. ഓക്കെ, ഫിസിക്കൽ ഫെസിലിറ്റീസ് ഓഫ് ദ സ്കൂൾ, curricular and co-curricular activities, methods of teaching, nature of disciplines and relationship among the members of the staff and the head of the institution. സ്കൂൾ എന്ന് പറയുമ്പോൾ സ്കൂളിലെ ഫിസിക്കൽ ഫെസിലിറ്റീസ് സ്കൂളിന്റെ ചുറ്റുപാട്, മറ്റ് സൗകര്യങ്ങൾ, അല്ലെങ്കിൽ സ്കൂളിൽ കൊടുക്കുന്ന ആക്ടിവിറ്റീസ്, പാഠ്യപദ്ധതികള്, ടീച്ചിങ് മെത്തേഡ്സ് നമുക്ക് പല മെത്തേഡ്സ് വരാം അല്ലെ? ലെക്ചർ മെത്തേഡ് വരാം, പിന്നെ എന്താണ് ആക്ടിവിറ്റി മെത്തേഡ് വരാം, ടീച്ചിങ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് നമ്മൾ ക്ലാസ് എടുക്കാം, അല്ലെങ്കിൽ എന്താണ് കുട്ടികളെ കൊണ്ട് പലതരം ആക്ടിവിറ്റീസ് കൊടുത്തിട്ട് നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്. അതേപോലെ നേച്ചർ ഓഫ് ഡിസിപ്ലിൻ ആൻഡ് റിലേഷൻഷിപ്പ് among the members of staff and head of the institution. ഈ പാഠ്യപദ്ധതിയും അല്ലെങ്കിൽ ടീച്ചിങ് മെത്തേഡും ഫെസിലിറ്റീസും മാത്രമല്ലാതെ തന്നെ എന്താണ് സ്കൂൾ അന്തരീക്ഷത്തിലുള്ള മറ്റ് മെമ്പേഴ്സ് അല്ലെ? അധ്യാപകരും മറ്റ് സ്റ്റാഫുകളുണ്ട്, മറ്റ് കോവർക്കേഴ്സ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് വരുന്ന ഒരുപാട് ആൾക്കാർ. അത് അതിനകത്ത് തന്നെ എന്താണ് ഒരു സൊസൈറ്റിയാണ്, സ്കൂള് തന്നെ ഒരു സൊസൈറ്റിയാണ് അല്ലെ? ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് പല ആൾക്കാർ ഒന്നിച്ചു ചേരുന്ന ഒരു ഇടമാണ് അല്ലെ? അപ്പൊ അവിടെ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് കുട്ടികൾക്ക് അറിയാം തന്റെ ഹോം സിറ്റുവേഷൻ അല്ല സ്കൂൾ എന്ന് പറയുന്നത് അല്ലെ? ആ ഒരു ധാരണ കുട്ടികൾക്ക് നന്നായിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ എങ്ങനെ ഇടപെടണം, അല്ലെങ്കിൽ ഇപ്പോ
ദേഷ്യം വന്നാൽ നമ്മുടെ വീട്ടിൽ കാണിക്കുന്നത് പോലെ അടുത്തിരിക്കുന്ന കുട്ടികളത് കാണിക്കാൻ പാടില്ല എന്നുള്ള തിരിച്ചറിവ് കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഓക്കെ, എല്ലാവരിലല്ല, മിക്ക കുട്ടികളും എന്താണ് ആ ഒരു ഗ്രോത്ത് അത് പാലിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ കുട്ടികൾ ആദ്യത്തെ ദിവസം ചിലപ്പോ പോയിരുന്ന സമയത്ത് ഭയങ്കര കരച്ചിലായിരിക്കും അല്ലെ, ആ ഒരു എൻവയോൺമെന്റിനോട് പൊരുത്തപ്പെടാനായിട്ട്. ആദ്യത്തെ ദിവസങ്ങളിൽ കുറച്ച് മാസങ്ങളോ ദിവസങ്ങളോ കഴിഞ്ഞിട്ടായിരിക്കും കുട്ടികള് ആ ഒരു സ്കൂളുമായിട്ട് അല്ലെങ്കിൽ സ്കൂൾ അന്തരീക്ഷവുമായിട്ട് പൊരുത്തപ്പെട്ടു വന്നത്. അങ്ങനെയല്ലേ? അങ്ങനെയാണോ? പറയൂ. അതെ. ഉമേറ കുട്ടിയുടെ ആദ്യമായിട്ട് സ്കൂളിൽ കൊണ്ടുവന്ന സമയത്ത് അന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു ഉമേറ? അവന് ഭയങ്കര നമ്മുടെ പിന്നാലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് പോരണം എന്നുള്ള ഒരു മൈൻഡിലായിരുന്നു. ഉമ്മാനെ വിട്ട് നിൽക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ എന്നുള്ള അതൊരു ഇതൊക്കെ കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ടാണ് മോനൊക്കെ ശരിയായത്. മാസം എടുത്തല്ലേ അവർക്ക് പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടാനായിട്ട്. അതെപ്പോഴാണ് അവർ പൊരുത്തപ്പെട്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? കുട്ടികൾ അവരുടെ ഇമോഷൻസ് അവിടെ ബാലൻസ് ചെയ്യാൻ ആരംഭിച്ചു. അതായത് ആ സോഷ്യൽ അറ്റ്മോസ്ഫിയർ, അവരുടെ സ്കൂളാങ്കണത്തിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും, അധ്യാപകരാണ്, കുട്ടികളാണ്, മറ്റ് അധ്യാപകരുണ്ട്, സ്കൂൾ ഒരു മറ്റൊരു അന്തരീക്ഷമാണെന്ന് കുട്ടികൾ തിരിച്ചറിയുന്ന സമയത്താണ് അവരത് എന്ത് തിരിച്ചറിയുന്നത്, അവർ ഇമോഷണൽ അവർ ബാലൻസ് ചെയ്തു, അവരുടെ വികാരങ്ങളൊക്കെ മനസ്സിലായി. എങ്ങനെയാണ് സ്കൂളല്ല വീടല്ല, വീടല്ല സ്കൂൾ എന്നൊരു തരംതിരിവ് കുട്ടികൾ റിയലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മാത്രമല്ല പ്യൂപ്പിൾ ടീച്ചർ റിലേഷൻഷിപ്പ്. എന്താണ് പ്യൂപ്പിൾ ടീച്ചർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്? അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള ഒരു ബന്ധം അല്ലെ? ഇമോഷണൽ ഡെവലപ്മെന്റ് ഓഫ് ദ ചിൽഡ്രൻ. അത് ഒരു കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റിനെ സ്വാധീനിക്കുമോ? തീർച്ചയായിട്ടും അല്ലെ? അധ്യാപകനും കുട്ടിയും തമ്മിലുള്ള ആ ഒരു ഇമോഷണൽ ഡെവലപ്മെന്റ് ശരിക്കും പറഞ്ഞാൽ എന്താണ്, ചില സമയങ്ങളില് അച്ഛനമ്മനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻസ് അവർ അധ്യാപകർക്ക് കൊടുക്കാറുണ്ട്. ഓക്കെ, അങ്ങനെ ഇഷ്ടപ്പെടുന്ന കുട്ടികളുണ്ട്. കാരണം ടീച്ചർ അത്രത്തോളം കെയർ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത്രത്തോളം സ്നേഹം ആ കുട്ടിയോട് കൊടുക്കുന്നത് കൊണ്ടാവാം, കുട്ടികളോട് കൊടുക്കുന്നത് കൊണ്ടാവാം ആ ഒരു ഇമോഷൻ ഡെവലപ്മെന്റ്. ചില കുട്ടികള് ആ ടീച്ചർ ക്ലാസ്സിലുള്ളത് കൊണ്ട് പോകുന്ന കുട്ടികളുണ്ടാവും. ടീച്ചറെ കാണാൻ ടീച്ചറുടെ കൂടെ ഇരിക്കാനായിട്ട് അല്ലെങ്കിൽ ടീച്ചറിനുമായി സമയം പങ്കിടാൻ വേണ്ടിയിട്ട് പോകുന്ന കുട്ടികളുണ്ട്. ഓക്കെ, അതൊക്കെ എന്താണ്? അതൊക്കെ അവരെ വൈകാരികമായിട്ട് ആ അധ്യാപകയിലേക്ക് അവര് അറ്റാച്ച് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ ഇഷ്ടപ്പെട്ടു പോകുന്നവ കുട്ടികളുണ്ട്. അതേപോലെ തന്നെ എന്താണ്, അധ്യാപകരോട് പേര് തോന്നുന്ന കുട്ടികളുണ്ട്. പല കാറ്റഗറീസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ സോഷ്യൽ അറ്റ്മോസ്ഫിയർ എന്നിവിടെ സൂചിപ്പിക്കുന്നത് സ്കൂൾ അന്തരീക്ഷമാണ്, അല്ലെങ്കിൽ അധ്യാപകനും കുട്ടിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഒരു കുട്ടിയുടെ എന്താണ് വൈകാരികമായിട്ടുള്ള വികസനത്തിനെ സ്വാധീനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ അഫക്ട് ചെയ്യുന്ന മറ്റൊരു ഫാക്ടർ കൂടിയാണ് എന്താ സാമൂഹ്യ അന്തരീക്ഷം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? പിയർ ഗ്രൂപ്പ് ആരാണ്? സമപ്രായക്കാർ അല്ലെ? പിയർ ഗ്രൂപ്പ്സ്. Peer group relationship paves way for social development of the child and thereby his emotional development. More social as the child is more emotionally adjustable. He will prove socially discarded and maladjusted. Children always face difficult emotions problems. പിയർ ഗ്രൂപ്പ് സമപ്രായക്കാര് മീൻസ് ഒരേ പ്രായത്തിലുള്ള കുട്ടികളാണ്. അങ്ങനെയുള്ള കുട്ടികള് പരസ്പരം എന്താണ് അവരുടെ ഇമോഷൻസ് അവര് ബാലൻസ് ചെയ്യുന്നുണ്ടോ? ഒരേ പ്രായത്തിലുള്ള കുട്ടികള് അഖില മൈക്ക് ഓണാണ്. അഖിലയുടെ അഖില ചെയ്യാം. മേം ഇപ്പൊ നമ്മുടെ വീടിന്റെ അവിടെ ഒക്കെ ഒരേ പ്രായത്തിലുള്ള കുട്ടികളാവും അവര് ഗ്യാങ് ആയിട്ട് കളിക്കുക. സ്കൂളിലായാലും ഇപ്പൊ അവര് മുതിർന്ന ക്ലാസ്സിലവർക്ക് അവര് മുതിർന്ന ക്ലാസ്സാ, ഞങ്ങളെ ഒരു പ്രായമുള്ളവരാണെന്നുള്ള ഒരു മൈൻഡ് മക്കൾക്കില്ലേ? അപ്പൊ ഇവരുടെ ഇമോഷൻസ് ഒക്കെ ഒരേപോലെ ആയിരിക്കും അല്ലെ? ഈ കുട്ടികളുടെ ഇമോഷൻസ് ഒരേ പ്രായക്കാർ. ഇപ്പൊ നമ്മൾ പഠിച്ച സമയത്ത് നമ്മളുടെ കൂട്ടുകാരികള് ഇങ്ങനെയാണ്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവും, അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും അല്ലെ? ആ ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് നമ്മളെ വീട്ടിലേക്കാളും കിട്ടുന്ന ആ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ കിട്ടുന്ന അച്ഛനമ്മനേക്കാളും കിട്ടുന്ന ഏറ്റവും കൂടുതൽ ഫ്രീഡം ഉള്ള ഒരു റിലേഷൻഷിപ്പാണ് അല്ലെ? നമുക്ക് അവരോട് എന്തും പറയാം, അവർക്ക് എന്ത് നമ്മളോട് പറയാം, പൊട്ടിച്ചിരികള് ഒരു നമ്മളവിടെ വേറെ ഒന്നും ഒഴിവോ മറിയോ ഒന്നുമില്ല, എല്ലാം ഓപ്പൺ ആണ് അല്ലെ? അപ്പൊ അവർക്ക് അവരുടെ വികാരങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇതാണ്
അതായത് അവരുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഗ്യാങ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ 5 പേരുണ്ടാവും, 10 പേരുണ്ടാവും, 2 പേരുള്ള ഗ്യാങ് ഉണ്ടാവാം, അങ്ങനെ ഇങ്ങനെ പല കാറ്റഗറീസ് വരുന്നത്. അപ്പൊ ഇവര് തമ്മിൽ എന്താണ് പരസ്പരം ഇവർക്ക് ഇപ്പൊ ഒരു കുട്ടിക്ക് എന്ത് വിഷമം തോന്നിയാൽ അതിനെ സ്വാധീനിക്കാനായിട്ട് മറ്റൊരു കൂട്ടുകാരന് കഴിയും, അല്ലെ അവന്റെ കൂട്ടുകാരന് കഴിയും. അതുകൊണ്ട് നമുക്കത് നോക്കാം, ഇത് ചെയ്യാം പറഞ്ഞിട്ട് എന്താണ് അവരത് ബാലൻസ് ചെയ്ത് പോകും. അപ്പൊ അവരുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മള് സാധാരണ ഒരു ഫാമിലി റിലേഷൻഷിപ്പ് പോലെയല്ല, അവർക്ക് മേലെ അല്ലെങ്കിൽ ഒരുപാട് അറ്റാച്ച്മെന്റ് ആണ് അവർക്ക് പരസ്പരം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കുട്ടികളുണ്ട്. The more social child is more emotional adjustable he will grow. ഇനി കുറച്ചുകൂടി സൊസൈറ്റിയോട് അറ്റാച്ച്മെന്റ് ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ അടുത്ത മൈക്കോണാണ് ജിഷ, മൈക്ക് ഓഫ് യു. സൊസൈറ്റിനോട് കുറച്ചുകൂടി ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള കുട്ടികള് എന്താണ് അവർക്ക് ഇമോഷണൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഇൻട്രോവേർട്സ് എക്സ്ട്രോവേർട്സ് എന്ന് കണ്ടിട്ടില്ലേ നിങ്ങള്? അതായത് അധികം സംസാരിക്കാത്തവര്, അധികം നന്നായിട്ട് ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല. അങ്ങനെ 2 ടൈപ്പ് ഓഫ് കാറ്റഗറി ഉണ്ട് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഇടയിൽ. ഓക്കെ, അപ്പൊ ഇങ്ങനെ കുറച്ചുകൂടി എക്സ്ട്രോവേർട്ട് എന്ന് വെച്ചാൽ എന്താണ്, അവർ ഒരുപാട് ഓപ്പൺ മൈൻഡഡ് ആണ്, ഈസി ഗോയിങ് ആണ്, അവർ എപ്പോഴും എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റബിൾ ആണ്, അവർക്ക് ഒരു പൊരുത്തക്കേട് അല്ലെങ്കിൽ ഒന്നിനോടും ഒരു പ്രത്യേകമായ ഒന്നുമില്ല, എല്ലാ സിറ്റുവേഷൻസിലും അവർ അഡ്ജസ്റ്റഡ് ആണ്. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട് അല്ലെ. അങ്ങനെയുള്ള കുട്ടികൾ എന്താണ് പ്രത്യേകമായിട്ട് സൊസൈറ്റിനോട് കുറച്ചും കൂടി അഡ്ജസ്റ്റബിൾ ആയിട്ട് മാറുന്ന കുട്ടികളാണ്. ഇനി ഈ സൊസൈറ്റിയിൽ നിന്ന് ഡിസ്കാർഡ് ചെയ്ത് നിൽക്കുന്ന കുട്ടികൾ, അതായത് സമൂഹത്തിൽ നിന്നും പിന്തിരിഞ്ഞ് നിൽക്കുന്ന, ഡിസ്കാർഡ് എന്ന് വെച്ചാൽ പിന്തിരിഞ്ഞ് അല്ലെങ്കിൽ മാൽ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ, അഡ്ജസ്റ്റ് ചെയ്യാത്ത കുട്ടികള്, അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്തുണ്ടാവും, എന്തെങ്കിലും തരത്തിലുള്ള ഇമോഷണൽ പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം അവര് ഈ പുറകോട്ട് മാറി നിൽക്കുന്നത് കണ്ട് സൊസൈറ്റിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞ് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർക്കത് നേരിടാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കില്ല. ഓക്കെ, എങ്ങനെയുള്ള ആൾക്കാര് സൊസൈറ്റിയിൽ നിന്നും പിന്തിരിഞ്ഞു നിൽക്കുന്നവർ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഇടപെടാത്ത കുട്ടികള്, അങ്ങനെയുള്ളവർക്ക് എന്താണ് അവർക്ക് പർട്ടിക്കുലർ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാല് അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് കുട്ടികൾക്ക് അറിയാത്തൊരു സിറ്റുവേഷൻ വരും. പക്ഷെ സൊസൈറ്റിനോട് കുറച്ചുകൂടി അറ്റാച്ച്ഡ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ എന്താണ്, അതാണ് തിയറി ഗ്രൂപ്പ്സ്. സൊസൈറ്റിനോട് അറ്റാച്ച്മെന്റ് അവർക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്, പല കുട്ടികളെ അറിയാം, പല 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 രീതിയിലുള്ള കോൺവെർസേഷൻ നടത്തുന്നുണ്ട്, പല രീതിയിൽ കമ്മ്യൂണിക്കേഷൻസ് പോകുന്നുണ്ട്, പല ആൾക്കാരുമായിട്ട് പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉള്ള കുട്ടികളുണ്ട്. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് എന്താണ് സൊസൈറ്റിയില് വളരെ ഇമോഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകാനായിട്ട് പറ്റും. പക്ഷെ സൊസൈറ്റിയിൽ നിന്ന് പിന്തിരിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾക്ക് എന്താണ് ഒരു പ്രോബ്ലം വന്ന് അതിനെങ്ങനെ ഫേസ് ചെയ്യണം, അല്ലെങ്കിൽ മറ്റൊരാളോട് എങ്ങനെയാണ് അത് പറയേണ്ടത്, എന്താണ് സംസാരിക്കേണ്ടത് എന്നത് പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ അവരുടെ ഇമോഷൻസിനെ അടക്കി പിടിച്ച്, അല്ലെങ്കിൽ ഇപ്പൊ ചില കുട്ടികൾക്ക് സൂയിസൈഡ് ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ല നിങ്ങള്? പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞിട്ട് അല്ലെ അധ്യാപകൻ വഴക്ക് പറഞ്ഞെന്ന് പറഞ്ഞ കുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അവരുടെയൊക്കെ എന്താണ് അവസ്ഥ? അവർക്ക് ഒരിക്കലും ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് കുട്ടികൾ ആ സിറ്റുവേഷൻസിലേക്ക് എത്തിച്ചേരുന്നത് അല്ലെ. നിങ്ങൾ കണ്ടിട്ടില്ലേ, ന്യൂസ് കേട്ടിട്ടില്ലേ? ഓക്കെ, യെസ്. അപ്പോ എന്തിരുന്നാലും ഒരു കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റിനെ സ്വാധീനിക്കാനായിട്ട് പിയർ ഗ്രൂപ്പ്സുകൾ ഒരുപാട് ഒരുപാട് അറ്റാച്ച്ഡ് ആണ് അല്ലെ. പിയർ സമപ്രായക്കാരായിട്ടുള്ള കുട്ടികളുടെ ഇമോഷൻസ് എല്ലാം തന്നെ എന്താണ് ഏകദേശം അല്ല ഒരേപോലെയുള്ള ഇമോഷൻസ് ആണ് അവർ കൈകാര്യം ചെയ്യുന്നത്. 2 വ്യക്തികളാണ് അല്ലെങ്കിൽ പല വ്യക്തികളാണെങ്കിൽ പോലും എന്താണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ എന്താണ് അവരുടെ വികാരങ്ങൾ അവർക്ക് സ്ഥിരമായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? കമ്മ്യൂണിറ്റി ആൻഡ് നൈബർഹുഡ്. ഇമോഷൻ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്ന മറ്റൊരു ഫാക്ടർ ആണ് കമ്മ്യൂണിറ്റി ആൻഡ് നൈബർഹുഡ്. എന്താണ് കമ്മ്യൂണിറ്റി ആൻഡ് നൈബർഹുഡ് എന്ന് പറയുന്നത്? അയൽവാസികളും പിന്നെ അത് നൈബർഹുഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന് ചുറ്റുമുള്ള ആൾക്കാർ എന്നുള്ള രീതിയിലല്ലേ, അതിൽ നിന്നുണ്ടാവുന്ന അനുഭവങ്ങൾ, അതിന്റെ അടുത്തുണ്ടാകുന്ന കുട്ടികളും അവരോട് കൂടി കളിച്ചിട്ട് ഉണ്ടാകുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്ന അനുഭവം. നമുക്ക് നോക്കി നോക്കാം എന്താണ് പറയുന്നത്. സൊസൈറ്റി ആണ് പറയുന്നത്. The child picks up so many traits of his emotional behavior from his premises. Premises എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ചുറ്റുപാട് അല്ലെ. അതായത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരിൽ നിന്നുള്ള ബിഹേവിയേഴ്സ് അതിൽ നിന്നും കുറെ കാര്യങ്ങൾ കുട്ടികൾ പിക്കപ്പ് ചെയ്യാറുണ്ട് അല്ലെ. ചില കാര്യങ്ങൾ നോട്ടീസ് ചെയ്യും. When the prayer community is sure to give birth to fearless and courageous children.
ഒരു നല്ലൊരു കമ്മ്യൂണിറ്റി, നല്ലൊരു നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാര് അല്ലെങ്കിൽ പരിസരത്തുള്ള അല്ലെങ്കിൽ നൈബേഴ്സുകളായിട്ടുള്ള ആൾക്കാർ നല്ലവരാണെങ്കിൽ, അല്ലെങ്കിൽ നന്നായിട്ട് സംസാരിക്കുന്നവര്, നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുന്നവരാണ്, ബ്രേവ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എങ്ങനെയുള്ള കുട്ടികളായിരിക്കും അതിന് ചുറ്റുണ്ടാവുന്ന വളരുന്നത്? എങ്ങനെയുള്ള കുട്ടികളായിരിക്കും അപ്പോ? ധീരന്മാരായിരിക്കും. യെസ്, ഫിയർലെസ് ആൻഡ് കറേജസ് ചിൽഡ്രൻ ആയിട്ട് മാറും അല്ലെ. അവർക്ക് കാരണം വളരെ സപ്പോർട്ടീവ് ആയിട്ടൊരു കമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്, അവർക്ക് അവരുടെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യാനും അതിനൊക്കെ മറികടക്കാനായിട്ടുള്ള ഒരു സപ്പോർട്ട്, അല്ലെങ്കിൽ ആ ഒരു കുട്ടികൾക്ക് അത് കിട്ടാണ് അല്ലെ, ചുറ്റുപാടിൽ നിന്ന് കുട്ടികൾ അത് പിക്കപ്പ് ചെയ്യാണ്. Whereas children grown in an emotionally polarized community, ഈ കുട്ടികൾ വളരുന്നത് ഒരു ഇമോഷണലി പോളറൈസ്ഡ്, നമ്മൾ ഒറ്റപ്പെട്ട, ധ്രുവീകരിക്കപ്പെട്ട അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഒരു സൊസൈറ്റിയിലാണ്, ഇമോഷണലി തകർന്ന ഒരു സൊസൈറ്റിയിലാണ് അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയിലാണ് കുട്ടികൾ വളരുന്നതെങ്കിലോ എന്താണ് അങ്ങനെയുള്ള കുട്ടികളുടെ പ്രത്യേകത എന്തായിരിക്കും? എക്സിബിറ്റ് ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ആൻഡ് ഇമോഷണൽ സബ്സെപ്റ്റിബിലിറ്റി. എങ്ങനെയായിരിക്കും അങ്ങനെയുള്ള കുട്ടികൾ വളരുമ്പോ? സ്റ്റേബിൾ ആയിരിക്കും, ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കും. ഇമോഷൻസ് എങ്ങനെയായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും അല്ലെ, അതായത് അസ്ഥിരമായിരിക്കും അവരുടെ വികാരങ്ങൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്താണ് സബ്സെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സബ്സെപ്റ്റിബിലിറ്റി മറച്ചു വെക്കുക എന്നുള്ളത്. യെസ്, മറച്ചു വെക്കുക അല്ലെങ്കിൽ സംവേദനക്ഷമത എന്നൊക്കെ പറയുന്നത്. അവർ ഓൾറെഡി അവർക്ക് പോലും അവരുടെ ഉള്ളിലുള്ള ഇമോഷൻസിനെ പുറത്തേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ വളരെ ഫിയർ ആയിട്ട് എപ്പോഴും ഒരു ഭയമുള്ള ഒരു കാറ്റഗറി ടൈപ്പ് ഓഫ് ആൾക്കാരായിരിക്കും. കാരണം അവർക്ക് സിറ്റുവേഷൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പോലും, ഒരു പ്രശ്നം അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പോലുള്ളൊരു, അതെങ്ങനെ മറികടക്കാം അല്ലെങ്കിൽ അതിനെങ്ങനെ ഇമോഷൻസ് ഇതിലൂടെ എക്സ്പീരിയൻസ് ചെയ്യാത്തത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെ. അതെ, അത് എങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ വളരുന്ന കുട്ടികളാണ്? ഇമോഷണലി പോളറൈസ്ഡ്, അതായത് വികാരങ്ങൾ ധ്രുവീകരിക്കപ്പെട്ട എന്നുള്ളൊരു മീനിങ്, അതിന് ഒറ്റപ്പെട്ട എന്നൊരു മീനിങ് ആണ് കേട്ടോ അവിടെ വരുന്നത് പോളറൈസ്ഡ് എന്ന് പറയുമ്പോ. ഓക്കെ, അപ്പൊ ബ്രേവ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി വളരുന്ന കുട്ടികൾ എങ്ങനെയായിരിക്കും? ഫിയർലെസ് ആൻഡ് കറേജസ് ആയിട്ടുള്ള കുട്ടികളായി മാറുന്നു. ദെൻ പോളറൈസ്ഡ് ആയിട്ടുള്ള ഇമോഷണലി വീക്ക് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി വളരുന്നവരാണെങ്കിൽ അവർക്ക് ഒരിക്കലും ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും, സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കില്ല. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒരു കുട്ടിയുടെ ചുറ്റുപാട്, ഇപ്പൊ നമ്മള് ഇപ്പൊ എക്സാമ്പിൾ പറയുമ്പോൾ പുറത്തേക്ക് ഒരു കുട്ടി ഇറങ്ങി എന്ന് വെച്ചോ, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ ഭയങ്കര മോശക്കാരാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാഡ് കമന്റ്, ഇപ്പൊ പിള്ളേരെ നമ്മള് ബോഡി ഷെയിം ചെയ്യാറില്ലേ കുട്ടികളെ കാണുമ്പോ? എന്റെ വീട്ടിലെ ഭക്ഷണം ഒന്നും തന്നില്ല, അച്ഛനമ്മയും ഭക്ഷണം ഒന്നും തന്നെയാണെന്ന് ചോദിക്കും അല്ല. ചിലപ്പോ കുട്ടി മെലിഞ്ഞായിരിക്കും ഇരിക്കുന്നത്, അത് ചോദിക്കേണ്ട ഒരു കാര്യമില്ല അല്ലെ, അവർക്ക് അവരുടെ കാര്യം നോക്കിയുള്ള തന്നാൽ മതി. പുറത്തേക്ക് ഇറങ്ങും, നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മള് ഈ മറ്റുള്ളവർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഇല്ലേ, മറ്റുള്ളവർ എന്ത് വിചാരിക്കാനൊക്കെ പറയുന്ന സാധനമില്ലേ, അതന്നെ ഈ മറ്റുള്ളവരായ കുറച്ച് ആൾക്കാരുണ്ട്. ആരാണ്? നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള നമ്മുടെ തൊട്ടടുത്തുള്ള ആൾക്കാർ തന്നെയാണ് അല്ലെ. ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ അല്ലെങ്കിൽ ആ കുട്ടിയുടെ മോശമായിട്ടുള്ള ഒരു ചിത്രീകരണം കൊടുക്കാൻ, ചിലപ്പോ തടിച്ചിട്ടാവും, തടിച്ച ആൾക്കാരെ അല്ലെങ്കിൽ രണ്ടുപേരും പറയല്ലേ, മെലിഞ്ഞ കുട്ടീനെയും കളിയാക്കാറുണ്ട്, തടിച്ച കുട്ടീനെയും കളിയാക്കാറുണ്ട്, പൊണ്ണത്തടിയാണെന്ന് പറയും. അവിടെയൊക്കെ കുട്ടികൾ എന്താണ്, കുട്ടികൾക്ക് എന്ത് ഇമോഷനാണ് അവിടെ വരുന്നത്? ഭയങ്കര വിഷമം തോന്നി. എന്റെ മോളെ കുറച്ച് വെളിഞ്ഞിട്ടാണ് ഡിപ്രസ്ഡ് ആവുന്നു, ഭയങ്കരമായിട്ട് ഇമോഷൻ, ഇത് മാനസികമായിട്ട് തന്നെ അവനെ തകർക്കാനുള്ള ഒരു ചെറിയൊരു വാക്ക്, ചിലപ്പോൾ നോട്ടം മതി അല്ലെ, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാരുടെ ഒരു നോട്ടം മതി കുട്ടി ഇമോഷണലി, നമ്മളായാലും അങ്ങനെ തന്നെയല്ലേ, നമ്മൾ ആൾക്കാരെ ഇങ്ങനെ കുറച്ച് നേരം നോക്കിയിരിക്കുമ്പോൾ നമുക്ക് തോന്നും എന്താണെന്ന് അവനെ നോക്കുന്നത്, കുഴപ്പമുണ്ടാവും. അതെ, ഉൾവലിയും, ഉള്ളിലേക്ക് വലിയും. അതുപോലെ എന്താണ് അവർക്കിപ്പോ ഇമോഷൻ എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാൻ പറ്റാൻ പറ്റും. പിന്നെ എന്താണ്, പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ടെൻഡൻസി അവർക്ക് നഷ്ടപ്പെടും, സൊസൈറ്റിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കുട്ടികൾക്ക് ഇല്ലാതാവും. അത് ഇത്തരത്തിലുള്ള കുറച്ച് ആൾക്കാരുണ്ട് അങ്ങനെ അല്ലെ, അങ്ങനെ കുറച്ച് കാറ്റഗറി ടൈപ്പ് ഓഫ് പീപ്പിൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. മീൻസ് പുറത്ത് കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലെ, കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള അപ്പനാവാം, ഉമ്മനാവാം, അങ്കിളാവാം, ആന്റി ആവാം, വെറുതെ തമാശ, ചിലപ്പോ ഒരു കാര്യമില്ലാതൊക്കെ കളിയാക്കി കളി അല്ലെ. ഏറ്റവും നന്നായിട്ടായിരിക്കും കുട്ടി പോകുന്നത്, പക്ഷെ ചെറിയൊരു നോട്ടം മതി അല്ലെങ്കിൽ ചെറിയൊരു ബാഡ് വേർഡ് മതി കുട്ടിയുടെ ആ എന്താ പറയാ കോൺഫിഡൻസ് കംപ്ലീറ്റ് പോകാനായിട്ട്. ഓക്കെ, നമ്മളിവിടെ പറഞ്ഞ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഇമോഷണൽ ഡെവലപ്മെന്റ്, കുട്ടിയുടെ വൈകാരികമായിട്ടുള്ള വികസനത്തിന് സ്വാധീനിക്കുന്ന. ഇൻട്രോവേർട്ട് ആണ് മാം, മാറിപ്പോയി, എക്സ്ട്രോവേർട്ട്. എന്തോ ഇൻട്രോവേർട്ട് ആണ് ഉദ്ദേശിച്ചത്, മാറിപ്പോയി. ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ ഉൾവലിയ. ഇൻട്രോവേർട്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്?
ഒന്നിനോടും പുറമെ ഇറങ്ങി പെട്ടെന്ന് കാര്യങ്ങളെ സ്മാർട്ടായിട്ട് ചെയ്യാൻ പറ്റാതെ ഉൾവലിഞ്ഞു നിൽക്കുക. ചെറിയ സർക്കിൾ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ, ചെറിയ സർക്കിൾ ഓഫ് ആൾക്കാർ മാത്രമേ അവർക്ക് കമ്പനി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാൾ മാത്രമേ എല്ലാം ഷെയർ ചെയ്യുന്നുള്ളൂ. അവരുടെ അഭിപ്രായങ്ങൾ അവർ പറയില്ല. വളരെ പെർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ മാത്രം സംസാരിച്ചു. പക്ഷെ എക്സ്ട്രോവേർട്സ് എന്ന് പറഞ്ഞാൽ ഈസി ഗോയിങ് പീപ്പിൾസ് ആണ് അല്ലെ. അവരെങ്ങനെയാണ്, അവർക്ക് ഒരു പ്രശ്നമില്ല, ഏത് സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യാം, ഏത് പരിസ്ഥിതിയോടും പൊരുത്തപ്പെടാൻ പറ്റും. ഭയങ്കര അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള പേഴ്സൺസ് ആണ് എക്സ്ട്രോവേർട്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പരിചയമില്ലാത്ത ഒരാളെ കണ്ടാൽ പോലും അങ്ങനെ സ്ട്രേഞ്ചർ ആൻസൈറ്റോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്താണ്, അവരോട് സംസാരിക്കാനൊരു പ്രശ്നമില്ല. അങ്ങനെയുള്ള, ഞാനൊക്കെ എക്സ്ട്രോവേർട്ട് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ്. നിങ്ങൾ കുറച്ച് പേര് ഇൻട്രോവേർട്സ് ആണ്, കുറെ പേര് ഇൻട്രോവേർട്സ് ആണ്. ഇതിന് ഉണ്ടാതിരിക്കുന്നവരോട് ആരും ഞാൻ പറഞ്ഞത് അല്ലെ. അവർക്ക് പ്രത്യേകിച്ച് ചിലവരെന്ന് പറയുമ്പോൾ അവർക്കൊന്നും പറയാനില്ല, അവർക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. അതാണ് ഇൻട്രോവേർട്ട് കാറ്റഗറി. അത് സൈക്കോളജിക്കൽ റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ആരോട് എന്ത് സംസാരിക്കണം, എനിക്ക് അയാളോടൊന്നും പറയാനില്ല. ഒരു കുട്ടിയോട് സംസാരിച്ചു, ടീച്ചർ എനിക്ക് അയാളോടൊന്നും എനിക്ക് പറയാനില്ല, പിന്നെ ഞാൻ എന്താ പറയേണ്ടത്, എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് അറിയില്ല. ചേട്ടൻ വീട് എവിടെയെന്ന് ചോദിച്ചൂടെ, പേര് ചോദിച്ചൂടെ, അങ്ങനെയൊക്കെ ചോദിക്കണമല്ലോ. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളുണ്ട്, അങ്ങനെ അറിയില്ലാത്ത കുട്ടികളുണ്ട്. അല്ലെങ്കിൽ എന്റെ മോള് കുറച്ചൊരു ഇൻട്രോവേർട്ട് ആണ്. ഞാൻ അങ്ങനെ പറയുമ്പോ അത് എന്തിനാ ചോദിക്കുന്നത്, അത് അറിഞ്ഞിട്ട് എന്താ, അതാണ് തിരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമൊന്നുമില്ല. നമ്മൾ കുറെയൊക്കെ കാര്യങ്ങൾ ഇൻട്രോവേർട്സ് സേവ്ഡ് ആണ്. പക്ഷെ ചില സിറ്റുവേഷൻസ് വന്ന് ഇവർ പെട്ടുപോകും അല്ലെ. ചില സിറ്റുവേഷൻസ്, ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാല് ഇവര് മിണ്ടാത്ത കാറ്റഗറി ആയതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ ആ പ്രോബ്ലത്തിന് പെട്ടുപോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാണ്ടായിരിക്കും അല്ലെ. പെട്ടെന്ന് ഒന്ന് ചിന്തിച്ച് ചെയ്യാനുള്ളൊരു, അല്ലെങ്കിൽ ആരെങ്കിലോടൊന്ന് ചോദിക്കാനോ അങ്ങനെയുള്ളൊന്നും പറ്റിയെന്ന് വരില്ല. പക്ഷെ മറ്റുള്ള അവർക്ക് എങ്ങനെയാണ്, എക്സ്ട്രോവേർട്സിന് ഇത് രണ്ടും കൈകാര്യം ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ട്. ഓക്കെ, ഈ ക്ലാസ്സിലെ കുട്ടികൾ കുറവാണോ? വളരെ കുറവാണ്, 20 കുട്ടികളാണ്. 20 കുട്ടികൾ. ഇനി നമുക്ക് റോൾ ഓഫ് ദി ടീച്ചർ നോക്കാം കേട്ടോ. ഒരു കുട്ടിയുടെ വൈകാരികമായിട്ടുള്ള വികസനത്തിന് ഒരു അധ്യാപകൻ എത്രത്തോളം സ്വാധീനിക്കാൻ കഴിയും, അല്ലെങ്കിൽ അധ്യാപകന്റെ റോൾ എന്താണ്, ഇതൊക്കെയാണ് നോക്കാം. ഫിസിക്കൽ വീക്ക്നെസ്, deformities, illness, etc. If any should be recognized at the time of school entrance, and medical aid should be made available for their children. Physical weakness, deformities, illness, ഒക്കെ പറഞ്ഞ എന്താണ് ഇതൊക്കെ? കുട്ടികളിലെ ഉന്മേഷക്കുറവ്, പിന്നെ അസുഖങ്ങള്, ഡിഫോമിറ്റീസ്, വൈകല്യങ്ങളാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ. ഇങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് നമ്മള് സ്കൂൾ എൻട്രൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഓപ്പണിംഗ് ടൈമിൽ, അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന ആ ഒരു ടൈമില് എന്തെങ്കിലും സ്കൂൾ പ്രവേശന സമയത്തോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ എന്താണ് അധ്യാപകൻ ചെയ്യേണ്ടത്? ഇത്തരത്തിലുള്ള വീക്ക്നെസ് കണ്ടു കഴിഞ്ഞാല് ഐഡന്റിഫൈ ചെയ്തത് പാരന്റ്സുമായിട്ട് ഡിസ്കസ് ചെയ്യുക. ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം അല്ലെ, മെഡിക്കൽ എയ്ഡ് ആണ് അല്ലെ. യെസ്, ഇൻ കേസ് ഇൽനെസ് കണ്ടാൽ നമുക്കറിയാം ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റും. ഫിസിക്കൽ വീക്ക്നെസ്സും ഡിഫോർമാലിറ്റീസ്, അതായത് ഫിസിക്കൽ വീക്ക്നെസ്സിൽ നമുക്ക് തളർച്ച, ക്ഷീണം, അനീമിക് ആയിട്ടുള്ള കുട്ടികൾക്ക് നമുക്ക് ചിലപ്പോൾ കണ്ടറിയാൻ പറ്റും അല്ലെ. ചിലപ്പോൾ കുട്ടികൾ ഫാമിലി ഇറങ്ങി വീഴുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഫസ്റ്റ് എയ്ഡ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഡിഫോർമിറ്റീസ് എന്ന് പറയുമ്പോൾ എന്താണ്, എന്തെങ്കിലും വൈകല്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്താണ് വൈകല്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വൈകല്യങ്ങളാണ് അത് ഉദ്ദേശിക്കുന്നത്? കാഴ്ചയിൽ കുറവുണ്ടെങ്കിൽ, കേൾവി കുറവുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക്, പിന്നെ എഴുത്തിലുണ്ടാകുന്ന കുട്ടികളുടെ പ്രശ്നം, സംസാരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, യെസ്. അപ്പൊ അതൊക്കെ എന്താണ് നമ്മൾ എത്രയും പെട്ടെന്ന് നോട്ടീസ് ചെയ്യണം. അധ്യാപകനെ സംബന്ധിച്ചിട്ട് നമ്മൾ അത് എത്രയും പെട്ടെന്ന് നോട്ടീസ് ചെയ്യാം. നമുക്ക് വേണ്ട മെഡിക്കൽ എയ്ഡ് കൊടുക്കാതെ, പിന്നെ എന്താണ് ബാക്കിയുള്ള കാര്യങ്ങൾ അതിനുശേഷം അല്ലെ. പാരന്റ്സ് മാക്സിമം ഡിസ്കസ് ചെയ്യുന്നതൊക്കെ അതിനുശേഷം. ഫസ്റ്റ് നമ്മൾ കുട്ടിയെ സേവ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞപ്പോ ഒരു കാര്യം പറയാം. നിങ്ങൾ ആദ്യമായിട്ട് പോകുന്നവരായിരിക്കും, കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പോകുന്നവരുണ്ടെങ്കിൽ ഞാൻ പറയാണ്, നമ്മൾ ആദ്യം ഫേസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു പ്രശ്നമാണ് ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസോ, അല്ലെങ്കിൽ ചിലപ്പോ കുട്ടികൾ പരസ്പരം ഓടുകയോ ചാടുന്ന സമയത്ത് വീഴോ കൈമുറിയോ കൈപൊട്ടോ എല്ലൊടിയോ ഒക്കെ ചെയ്യുന്ന സിറ്റുവേഷൻസ് വരും. എല്ലാം ഹാപ്പി ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ല സ്കൂളിൽ ഉണ്ടാകുന്നത്.
ഇത്തരം സിറ്റുവേഷൻസിൽ കൂടി നിങ്ങൾ എങ്ങനെ കടന്നു പോകുന്നത് കൂടി നിങ്ങൾ ചിന്തിക്കണം. കാരണം ചിലപ്പോൾ കുട്ടിയുടെ കയ്യിലെ ചോര കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും പേടിച്ച് നിൽക്കരുത്. ഇത്രയും പെട്ടെന്ന് കുട്ടീനെ ഹോസ്പിറ്റലിൽ എത്തിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. അവിടെ പാരന്റ്സിനെ വിളിച്ചറിയിക്കുക എന്നുള്ളത് അറിയിക്കണം. പക്ഷെ പാരന്റ്സ് വരുന്നത് വരെ ഒരിക്കലും നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. ഒരിക്കലും നിങ്ങൾക്ക് ടീച്ചിങ് പ്രാക്ടീസിന് പോയാൽ പോലും എന്താണ് അറിയിക്കാം. അവിടെ മറ്റു ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും. എത്രയും പെട്ടെന്ന് ഇനീഷ്യേറ്റീവ് എടുത്ത് സ്കൂളിൽ നിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. പല അധ്യാപകരും ആ ഒരു കാര്യത്തിൽ പല വിട്ടുവീഴ്ച ചെയ്യാറുണ്ട്. കാരണം പാരന്റ്സ് വരട്ടെ, കൊണ്ടുപോകട്ടെ, അതുവരെ കുട്ടി അവിടെ എത്തുന്ന ആ ഒരു പ്രവണത വേണ്ട. ചിലപ്പോൾ കുഞ്ഞിന്റെ ജീവൻ തന്നെ അപായപ്പെട്ടേക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ പ്രതീക്ഷിച്ചിട്ട് വേണം നിങ്ങൾ സ്കൂളിലേക്ക് പോകാനായിട്ട്. ഓക്കെ, എല്ലാം ഹാപ്പിയസ്റ്റ് മൊമെന്റ് മാത്രമല്ല സ്കൂളിൽ ഉണ്ടാവുന്നത്. ഇനി അത് മാത്രമല്ല, മറ്റ് അധ്യാപകരിൽ നിന്ന് സ്റ്റാഫുകളിൽ നിന്നൊക്കെ മോശമായ ബിഹേവിയേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമോ സ്കൂളിലായിട്ടുള്ള പ്രശ്നങ്ങളോ പലതും നിങ്ങൾ നേരിടേണ്ടി വരാം കേട്ടോ. പലതും നേരിടേണ്ടി വരാം. അത് അധ്യാപകൻ എന്ന നിലയിൽ ചിന്തിച്ചിട്ട് വേണം അതിനൊക്കെ നിങ്ങൾ അഭിപ്രായങ്ങളും സൊല്യൂഷൻസ് ഒക്കെ കാണേണ്ടത്. അല്ലാതെ നമുക്ക് സ്കൂളിൽ പോയി കുട്ടിയെ ക്ലാസ് എടുക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ഡ്യൂട്ടിയിൽ വരുന്നത്. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും കൂടി നമ്മളെ ചുറ്റിപ്പറ്റി വരാനുണ്ട്. അപ്പൊ നിങ്ങൾ അധ്യാപകനും എങ്ങനെയായിരിക്കണം? ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതൊക്കെ നിങ്ങൾ അൺപ്രഡിക്റ്റബിൾ ആണ്. ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല, പക്ഷെ ചിലവർക്ക് എന്നും പ്രശ്നങ്ങളായിരിക്കും. ചിലവർക്ക് എന്താണ് ഈസി ഗോയിങ് ആയിട്ട് പോവുകയും ചെയ്യും. അപ്പൊ ഇതൊക്കെ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ട് വേണം സ്കൂളിലേക്ക് പോകാനായിട്ട് കേട്ടോ. പറഞ്ഞു തന്നതാണ്, അറിയാത്തവരുണ്ടാവും. ഓക്കെ, യെസ്. Then teachers should try to find active cooperation of the parents in making the atmosphere of home suitable for active emotional development. എന്താണ് സെക്കൻഡ് വണ്ണിൽ പറയുന്നത്? Teachers should try to find active cooperation of the parents in making the atmosphere of the home suitable for active emotional development. ഇന്ന് വായിച്ചു നോക്കിയത് എന്താണെന്ന് പറഞ്ഞേ. കുട്ടികളുടെ പാരന്റ്സുമായിട്ട് ടീച്ചേഴ്സിന് നല്ലൊരു സഹകരണം ഉണ്ടായിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് പാരന്റ്സുമായിട്ട് അധ്യാപകർക്കും കോർപ്പറേഷൻ എന്ന് പറയുന്നത്. കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കി അതിന് ആ രീതിയിൽ കുട്ടികളെ നമുക്ക് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ മാതാപിതാക്കളോടുള്ള സഹകരണം കണ്ടെത്താനായിട്ട് അധ്യാപകരാണ് ശ്രമിക്കേണ്ടത് അല്ലെ. അതായത് തന്റെ കുട്ടി ഇപ്പൊ നമുക്ക് ക്ലാസ്സിൽ കാണുന്നത് മാത്രം അറിയുള്ളൂ അല്ലെ, വീട്ടിൽ എങ്ങനെയാണെന്ന് നമുക്കറിയണം അല്ലെ. യെസ്, അത് രണ്ടും ഇമ്പോർട്ടന്റ് തന്നെയാണ്. വീട്ടിലുള്ളത് പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്, നമുക്ക് ആ ഒരു വ്യത്യാസം ശരിക്കും തിരിച്ചറിയേണ്ടതുണ്ട്. ചില കുട്ടികൾ വീട്ടിൽ ഒരേപോലെ സ്കൂളിൽ ഒരേപോലെ ആയിരിക്കും, പക്ഷെ ചിലവര് വീട്ടിൽ വ്യത്യാസമായിരിക്കും, സ്കൂളില് കുറച്ചും കൂടി ചിലപ്പോൾ വീട്ടിൽ പാവമായിരിക്കും, ചിലപ്പോൾ സ്കൂളിൽ എങ്ങനെയായിരിക്കും ഭയങ്കര കുറുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ള കുട്ടികളായിരിക്കും. അപ്പോൾ നമ്മൾ പാരന്റ്സുമായിട്ട് ഡിസ്കസ് ചെയ്താൽ മാത്രമേ വ്യക്തമായിട്ട് അത് അറിയാൻ പറ്റും. പ്രത്യേകിച്ച് അച്ഛനമ്മയ്ക്ക് അറിയാൻ പറ്റും തന്റെ കുട്ടിയുടെ എന്താണ് പ്രശ്നം എന്നതായിരിക്കും. കറക്റ്റ് ആയിട്ടുള്ള എക്സാക്ട് പ്രോബ്ലം എന്താണെന്ന് അച്ഛനമ്മയ്ക്ക് അറിയാൻ പറ്റും. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അധ്യാപികയോട് പറഞ്ഞിരിക്കണം, വ്യക്തമായിട്ട് സൂചിപ്പിക്കേണ്ടത്. കാരണം ഒരു ദിവസത്തിന്റെ ഒരു ഭൂരിഭാഗവും ആരുടെ കൂടെയാണ് കുട്ടികൾ കഴിയുന്നത്? അധ്യാപകരുടെ കൂടെയാണ് അല്ലെ. അപ്പൊ ക്ലാസ് ടീച്ചർ, ഇപ്പോൾ നമ്മുടെ ക്ലാസ് ടീച്ചർ വ്യക്തമായിട്ട് കുട്ടിയെ പറ്റി അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ കുട്ടിയുടെ ഹോം സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് അധ്യാപകരെ അറിഞ്ഞിരിക്കണം. ഓക്കെ, നമ്മൾ പറയാറില്ല നമ്മുടെ ക്ലാസ്സിൽ 50 കുട്ടികളുണ്ടെങ്കിൽ 50 കുട്ടികളെ അറിഞ്ഞിരിക്കണം, 50 കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, തേർഡ് വൺ, interpersonal relationship in the school should such that should provide emotional security and a sense of belongingness to children. Interpersonal relationship in the school should be such that should provide emotional security and sense of belongingness to children. എന്താ പറയുന്നത്? Interpersonal relationships എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളിലേക്ക് കടന്നു ചെന്നിട്ടുള്ള ഒരു ബന്ധം എന്നാണ് ഉദ്ദേശിക്കുന്നത്. കുട്ടികളുമായിട്ട് നന്നായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്. സ്കൂളിലെ ടീച്ചേഴ്സും ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ മാം. ഇപ്പൊ മാം പറഞ്ഞില്ലേ ടീച്ചറുമായിട്ട് നമ്മള് പാരന്റ്സ് കോപ്പറേറ്റ് ചെയ്യണം, അവരെ പറ്റി പറഞ്ഞു കൊടുക്കണമെന്ന്. അതൊരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് തന്നെയല്ലേ. കാരണം എന്ന് വെച്ചാൽ കുട്ടികൾ എങ്ങനെയാണോ നമ്മൾ പഠിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരു LKG കുട്ടികളെ പറഞ്ഞയക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ കുട്ടികളെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കൂലേ. അപ്പം കുട്ടികൾ എങ്ങനെയാണ് നമ്മളോട് കോപ്പറേറ്റ് ചെയ്യുന്നത് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ കുട്ടികളെ ടീച്ചേഴ്സിന്റെ കയ്യിലേക്ക് വിടുമ്പോൾ എങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താലാണ് കുട്ടികൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നത്, കുട്ടികൾക്ക് ഏത് രീതിയിലുള്ള
ഇതാണ് പാമ്പറിങ് ആണോ, അല്ലെങ്കിൽ കുറച്ചൊന്ന് ഷൗട്ട് ചെയ്ത് കുറച്ചൊന്ന് നന്നായി സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞാലാണോ കുട്ടികൾ പഠിക്കുക എന്നുള്ളത് ടീച്ചേഴ്സിന് മനസ്സിലാക്കാൻ പറ്റും. എന്റെ മോന് എന്ന് വെച്ചാല് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മോനൊന്നും ചെയ്യൂല. നോർമലി സാധാ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വേഗം എല്ലാം ചെയ്യും. അപ്പൊ ഞാൻ ആ കാര്യം എന്റെ മോന്റെ ടീച്ചറുമായിട്ട് ഡിസ്കസ് ചെയ്തിന്. അപ്പൊ എനിക്ക് ആ ടീച്ചറിനെ ഭയങ്കര ഇഷ്ടാ. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പോലെ കുട്ടികൾ നമുക്കത് ശരിയാക്കാൻ പറ്റും എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാവും. അതെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത് ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്സ് ആണ് അല്ലെ. അതായത് സ്കൂളിലെ ഒരു വ്യക്തിബന്ധമാണ് കുട്ടികളും അധ്യാപകനും തമ്മില്. ശരിക്കും പറഞ്ഞാൽ നമുക്കത് വളരെ സ്പീച്ച്ലെസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിട്ടും പറയാം. ശരി, നമ്മൾ നോക്കുമ്പോൾ എന്താണ്, അധ്യാപകന് അത്രയ്ക്ക് ഇഷ്ടമുള്ള കുട്ടികളുണ്ട്. അതായത് അധ്യാപകന് നമ്മൾ കണ്ടിട്ടുണ്ടാവും വീഡിയോസിലൊക്കെ, ചില അധ്യാപകർ പിരിഞ്ഞു പോകുന്ന സമയത്ത് കുട്ടികള് കെട്ടിപ്പിടിച്ച് കരയുന്നത് കണ്ടിട്ടുണ്ട്. ടീച്ചർ പോവണ്ട, ടീച്ചർ തന്നെ മതി എന്ന് പറഞ്ഞ് കരയുന്ന കുട്ടികൾ 1-ാം ക്ലാസ്സിൽ നിന്ന് 2-ാം ക്ലാസ്സിലേക്ക് മാറുന്ന കുട്ടികളിൽ അത് കാണാറുണ്ട്. അതായത് ആ ടീച്ചർ അത്രയ്ക്ക് പ്രിയപ്പെട്ടതാവാൻ കാരണം എന്താണ്, ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ളത് കൊണ്ടാണ് അല്ലെ. ആ ഒരു ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ അമ്മമാരേക്കാൾ കൂടുതൽ ഒരുപടി മുന്നേ നമുക്കതൊരു ശരിക്കും പോസിറ്റീവ്നെസ് തോന്നുന്ന ഒരു റിലേഷൻഷിപ്പാണ് ചില സമയത്ത്. കാരണം ടീച്ചറിനാണ് അവർ ഇത്ര ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് കൊടുക്കണമെങ്കിൽ ടീച്ചർ അവർക്ക് എങ്ങനെയായിരിക്കണം, അത്രയ്ക്ക് അറ്റാച്ച്ഡ് ആയിരിക്കണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു വൈകാരിക സുരക്ഷിതത്വം കുട്ടികൾക്ക് ടീച്ചറിൽ നിന്നൊരു സെക്യൂർഡ് ഫീലിംഗ് തോന്നുന്നത് കൊണ്ടാണ് അധ്യാപകനെ കുട്ടികൾ അത്രത്തോളം ഇഷ്ടപ്പെടുന്നത് അല്ലെ. യെസ്, അപ്പൊ എല്ലാ അധ്യാപകരും ആ ഒരു രീതി തന്നെയാണ് പിന്തുടരേണ്ടത്. കാരണം കുട്ടികൾ കുട്ടികൾക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കണം. എന്റെ ടീച്ചറിന്റെ കയ്യിൽ ഞാൻ സുരക്ഷിതയാണ് അല്ലെങ്കിൽ സേഫ് ആണെന്നുള്ളൊരു ഫീലിങ്സ് കുട്ടികൾക്ക് നിലനിൽക്കുന്ന സമയത്താണ് ഇത് വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അധ്യാപകന്റെ പ്രധാന റോളാണ് കുട്ടികളുടെ കൂടെ നിന്ന് അവരുടെ ഇമോഷൻസിന്റെ കൂടെ നിൽക്കാൻ കഴിയുന്നത് തന്നെയാണ് ഒരു അധ്യാപകന്റെ പ്രധാന റോൾ എന്ന് പറയുന്നത്. ഓക്കെ, then provide diverse co-curricular activities for the full expression and outlet of pent-up emotional energies. Provide diversified co-curricular activities for the full expression and outlet of pent-up emotional energies. എന്താണ് ഡൈവേഴ്സിഫൈഡ് co-curricular activities എന്ന് പറയുന്നത്? കുട്ടികൾക്ക് കരിക്കുലമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങള്, കളിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ കൊടുക്കും. പാഠ്യപ്രവർത്തനങ്ങൾ അല്ലെ, വൈവിധ്യമായിട്ടുള്ള പാഠ്യപ്രവർത്തനങ്ങൾ ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. അതായത് കുട്ടികളുടെ പെൻഡപ്പ് ഇമോഷൻസ് എനർജി, പെൻഡപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കുറെ ഇമോഷൻസ് ഉണ്ട് കുട്ടികൾക്ക് അല്ലെ. എന്നിട്ട് അവിടെ ഫുൾ എക്സ്പ്രസീവ് ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ എന്തായിരിക്കണം, സാധാരണ കൊടുക്കുന്ന ആക്ടിവിറ്റീസ് അല്ല കൊടുക്കേണ്ടത് അല്ലെ. കുറച്ചും കൂടി അവരുടെ ടാലന്റ് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട്, അവരെ ഫുൾ എക്സ്പ്രസീവ് ആയിട്ട് പെരുമാറാനുള്ള രീതിയിലുള്ള പെൻഡപ്പ് ഇമോഷണൽ എനർജീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന എനർജീസ് അല്ലെങ്കിൽ കുറച്ച് കഴിവുകൾ ഉണ്ടാവും. അത് ഒരു അധ്യാപകന് മാത്രമേ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ഇത്ര വൈവിധ്യമാർക്കുള്ള പാഠ്യപദ്ധതികൾ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അതിലൂടെ എന്താണ്, അവർക്കത് ഇൻട്രസ്റ്റഡ് ആവും. പിന്നെ എന്താണ്, അപ്പൊ അത് ചെയ്തു തുടങ്ങുമ്പോൾ അധ്യാപകന് മനസ്സിലാവും അവർക്കതിൽ താല്പര്യമുണ്ട്. പിന്നെയും എന്താണ്, അവർക്ക് എക്സ്പീരിയൻസ് കൊടുക്കും. അങ്ങനെ എന്താണ്, കുട്ടികളുടെ ഫുൾ എക്സ്പ്രഷനും പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് അധ്യാപകർക്ക് സാധിക്കും. ഓക്കെ, പിന്നെ ഫിഫ്ത് പോയിന്റ് എന്താണ്, അഡോപ്റ്റ് ഡൈനാമിക് പ്രോഗ്രസീവ് ചൈൽഡ് സെൻട്രഡ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്. അഡോപ്റ്റ് ഡൈനാമിക് പ്രോഗ്രസീവ് ചൈൽഡ് സെൻട്രഡ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്. ടീച്ചറെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയുള്ള ഒരു മെത്തേഡ് ആയിരിക്കണം ടീച്ചറെ ക്ലാസ്സിൽ എടുക്കേണ്ടത്? ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡൈനാമിക് ചലനാത്മകമായ അല്ലെങ്കിൽ പ്രോഗ്രസീവ് പുരോഗാത്മകമായ ഡൈനാമിക് എന്ന് പറയുന്നത് എന്താണ്, ഡൈനാമിക് നേച്ചർ എന്നൊക്കെ നമ്മൾ പറയില്ലേ. ചലനാത്മകമായ ടീച്ചർക്ക് ഒരു സ്ഥലത്ത് തന്നെ നിന്നിട്ട് ചെയ്യാൻ പാടില്ല. കുട്ടി ഇങ്ങനെ മൂവ് ചെയ്ത് പറഞ്ഞു കൊടുക്കും. നമ്മുടെ ക്ലാസ് ഫുൾ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ സ്റ്റേജ് യൂട്ടിലൈസ് ചെയ്തിട്ട് ഡാൻസ് കളിക്കാൻ പറയില്ലേ, അത് തന്നെയാണ് അത്. കാരണം എന്താണ്, നമുക്ക് എല്ലായിടത്തും അറ്റൻഷൻ കിട്ടണം. നമ്മുടെ ക്ലാസ്സിൽ 25 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ 25 സ്റ്റുഡൻസിന്റെ ഇടയിലേക്ക് ടീച്ചർക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റണം. ഓക്കെ, ആ ഒരു രീതിയിൽ ചൈൽഡ് സെന്റർ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്. എന്താണ് ചൈൽഡ് സെന്റർ മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്? ചൈൽഡ് സെന്റർ, ഇവിടെ ആരാണ് കേന്ദ്രീകൃതമായിരിക്കുന്നത്? കുട്ടികളെ കേന്ദ്രീകൃത പഠനമാണ് അല്ലെ. അതായത് ടീച്ചർ ആസ് എ ഫെസിലിറ്റേറ്റർ ആണ് അല്ലെ. നമ്മളിപ്പോ മോണ്ടിസോറിയിൽ എന്താണ്, ഞങ്ങളൊരു ഫെസിലിറ്റേറ്റർ ആണ് നിങ്ങളുടെ കൂടെ.
ഫെസിലിറ്റേറ്റർ എന്ന് പറയുമ്പോൾ എന്താണ് ഡ്യൂട്ടി എന്ന് പറയുന്നത്? കുട്ടികളാണ് അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൈത്താങ്ങ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ചെയ്തത് ആരാണ്? കുട്ടികൾ തന്നെയാണ് അല്ലെ? അപ്പൊ കുട്ടികളുടെ ഡൈനാമിക് നേച്ചറിന് നല്ല രീതിയിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലും ആയിരിക്കണം, കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലായിരിക്കും, അവരുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്രമല്ല ക്ലാസ്സിൽ കുട്ടിക്കാണ് ഇമ്പോർട്ടൻസ്, അധ്യാപകനേക്കാൾ ഇമ്പോർട്ടൻസ് കുട്ടിക്കാണെന്നുള്ള ഒരു ധാരണയാണ് നമ്മളോട് കൊണ്ടുവരേണ്ടത്. യെസ്, അത് ശരിക്കും പറഞ്ഞാൽ ചൈൽഡ് സെന്റേർഡ് അപ്രോച്ചസ് അല്ലെങ്കിൽ ചൈൽഡ് സെന്റേർഡ് മെത്തേഡ് ഉപയോഗിക്കുന്നത് വഴി കുട്ടി ഇപ്പോ ഇതുപോലെ ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള കാറ്റഗറൈസ് ആയിട്ടുള്ള കുട്ടികളാണ്, അല്ലെങ്കിൽ മാറി നിൽക്കുന്ന കുട്ടികളൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാനായിട്ടൊക്കെ സാധിക്കും. അതായത് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ ചില കുട്ടികൾ മാറി നിൽക്കും. അങ്ങനെയുള്ളവർ ഒരിക്കലും നിങ്ങൾ മാറ്റി നിർത്തരുത്. നിങ്ങൾ അവരുടെ കൂടെ ഇരുന്ന് കൊണ്ട് അല്ലെങ്കിൽ അത് ചെയ്യാനായിട്ട് അവരെ പ്രാപ്തരാക്കിയത് എന്ത് ചെയ്യണം. ഓക്കെ, യെസ്. Then sixth one, the children should get desired love and sympathy from the teachers. The children should get desired love and sympathy from the teachers. എന്താണ് കുട്ടികൾ എന്താണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? മോഹിപ്പിക്കുന്ന മറ്റുള്ള സ്നേഹം, ടീച്ചർമാർ അല്ലെങ്കിൽ വളരെ സിമ്പതിയുള്ള ടീച്ചർമാരെ എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലെ? അങ്ങനെയുള്ള ടീച്ചേഴ്സിന് ചുറ്റും എപ്പോഴും കുട്ടികളുണ്ടാവും അല്ലെ? ആ ടീച്ചറിന് ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെങ്കിൽ വളരെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ക്ലാസ്സിലൊക്കെ KG സെക്ഷനിലൊക്കെ വന്നിട്ട് ചുറ്റുമായിരിക്കും നിൽക്കുന്നത്, ഇങ്ങനെ പൊതിഞ്ഞു നിൽക്കും, അത്ര ഇഷ്ടമാണ്. പിന്നെ എന്താണ് ടീച്ചർ അതേപോലെ നോക്കുന്നത് കൊണ്ടാണ് അല്ലെ? ആ എല്ലാ കുട്ടികളും ആഗ്രഹിക്കുന്നത് തന്നെയാണ്. ഇപ്പൊ വലിയ കുട്ടികളാണ് ചെറിയ കുട്ടികൾ, നമ്മുടെ അധ്യാപകർ നമ്മളോട് നല്ല രീതിയിൽ സംസാരിക്കണം, നമ്മളോട് സ്നേഹം കാണിക്കണം, നമ്മളെ ഓരോരുത്തരെയും നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണണം എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലെ? എല്ലാവരും അങ്ങനെ തന്നെയാണ്. യെസ്, ഇപ്പൊ ടീച്ചർ അങ്ങനെ കാണിച്ചില്ലെങ്കിൽ പോലും നമുക്കത് ഭയങ്കര ഇഷ്ടമാണ്. ആ ടീച്ചറിനോടുള്ള ഇഷ്ടം നമ്മുടെ ഉള്ളിൽ എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ, എല്ലാ കുട്ടികളുടെ ആഗ്രഹം അവരെ ആഗ്രഹിക്കുന്ന എന്താണ്? ലവ് ആൻഡ് സിമ്പത്തിക് ആയിട്ടുള്ള ടീച്ചറിനാണ് കുട്ടികൾ ആഗ്രഹിക്കുന്നത്. Then seventh one, emotions are caught, they are not taught. കേട്ടിട്ടുള്ളത്? Emotions are caught, they are not taught. എന്താണ് പറയുന്നത്? വികാരങ്ങൾ പിടിക്കപ്പെടുന്നു, അല്ലെങ്കിൽ വികാരങ്ങൾ പിടിക്കപ്പെടുന്നില്ല, പക്ഷെ അവരത് പഠിക്കുന്നുമില്ല. നമുക്ക് വികാരങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല, പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇമോഷൻസ് നമുക്ക് എന്താണ് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല, പക്ഷെ അവരുടെ ഇമോഷൻസ് നമുക്ക് കാണാൻ പറ്റും അല്ലെ? ചെയ്യുന്ന ഇമോഷൻസ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഇമോഷൻസ് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാനും പറ്റില്ല, അവർ പഠിക്കുകയുമില്ല. ഇത്ര ഇമോഷൻസ് ഇങ്ങനെ കാണിക്കണം, ഇങ്ങനെ കരയണമെന്നൊക്കെ അങ്ങനെ കാണിച്ചു കൊടുത്താൽ കുട്ടികൾ അതേപോലെ തന്നെ ചെയ്യുമായിരിക്കും, പക്ഷെ അവരുടെ നേച്ചറിൽ അത് വ്യത്യാസമായിരിക്കും അല്ലെ? ഇന്ന് കരയുന്ന പോലെ ആയിരിക്കില്ല നാളെ കരയുന്നത്. അതായത് ഒരിക്കലും നമുക്ക് കുട്ടികളുടെ വികാരങ്ങളെ എന്ത് ചെയ്യാൻ സാധിക്കില്ല? വികാരങ്ങളെ പിടിക്കപ്പെടുന്നു, പക്ഷെ അവർ അത് പഠിക്കുന്നില്ല എന്നൊരു മീനിങ്ങിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ഫ്രേസ് പോലെ അല്ലേ? നിങ്ങൾക്ക് എന്താ മനസ്സിലായത് കേട്ടിട്ട്? പഠിപ്പിക്കാൻ പറ്റില്ല, പക്ഷെ അത് മനസ്സിലാക്കി എടുക്കും. ആ സൊസൈറ്റിയിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യേണ്ടത് എന്നുള്ളത് അവര് തന്നെ പഠിച്ചെടുക്കും. നമുക്കായിട്ട് അത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. നമ്മളുടെ മുതിർന്നവർക്കാണെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ വളർത്തുന്നത് അല്ലെ? നമുക്ക് ഇമോഷൻസ് ഒരിക്കലും ഒരാളെ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, ഇത് ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്, ഫോട്ടോഗ്രാഫി പഠിക്കാൻ പറ്റും, പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന്. ഇതൊരു സിനിമ ഞാൻ കേട്ടാണ് കേട്ടോ. ഏതാണ് സിനിമ? മഹേഷിന്റെ പ്രതികാരം. ഭക്ഷണം വായിൽ വെച്ച് തരാൻ കൊടുക്കും, വായിൽ വെച്ച് തരാൻ പറയരുത്, ചവച്ച് തരാൻ പറയരുത്, അങ്ങനെ എന്തൊരു ഉപമ അതിൽ പറയുന്നുണ്ട് അല്ലെ? വായിൽ വെച്ച് കൊടുക്കാം, ചവച്ച് കൊടുക്കാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് അല്ലെ? ഇമോഷൻസ് നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല, അതൊക്കെ സ്വമേധയാ ഉടലെടുക്കുന്നതാണ് അല്ലെ? സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ടാണ്. സന്തോഷമായാലും സങ്കടമായാലും ഇതൊക്കെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമാണ് ഇതെല്ലാം പുറത്തേക്ക് വരുന്നത് അല്ലെ? Then last one, provide moral education to all group and sex education to adolescents that will help them to attain emotional balance and tolerance. Provide moral education to all groups. എന്താണ് എന്ത് കൊടുക്കാനാണ് പറയുന്നത്? എല്ലാ കുട്ടികൾക്കും നമ്മുടെ ധാർമ്മിക വിദ്യാഭ്യാസത്തെ കുറിച്ച് അല്ലെങ്കിൽ മോറൽ എഡ്യൂക്കേഷൻസിനെ കുറിച്ചിട്ടൊരു ധാരണ ഉണ്ടാക്കിയെടുക്കണം. മാത്രമല്ല പ്രത്യേകിച്ച് സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ച് അല്ലെങ്കിൽ എന്താണ് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്സ് എഡ്യൂക്കേഷൻ ബാഡ് ടച്ച്, പ്രത്യേകിച്ച്
ലൈംഗിക വിദ്യാഭ്യാസം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അതായത് അവർക്ക് എന്താണ് ആ ഒരു വൈകാരികമായിട്ടുള്ള ഇമോഷൻസ് ബാലൻസ് ചെയ്യാനായിട്ട് ഇപ്പൊ നമ്മൾ പറയാറില്ലേ ഗുഡ് ടച്ച് ബാഡ് ടച്ച് അല്ലെങ്കിൽ പല പേഴ്സൺസിനെ കാണുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതൊക്കെ കുട്ടികൾക്ക് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കണം. ചിലപ്പോ അവർക്കറിയില്ല അല്ലെ, നമ്മൾ മുതിർന്നവർ അല്ലെങ്കിൽ പാരന്റ്സ് അല്ലെങ്കിൽ അധ്യാപകന് ഇതിലൊരു വലിയ റോളാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കും, നമ്മൾ നമ്മുടെ മക്കളെക്കാൾ പറഞ്ഞു കൊടുക്കുന്നത് നല്ലത് അധ്യാപകർ ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കും. നമ്മൾ പറയുന്നതിലും നന്നായിട്ട് അവരത് കേൾക്കുകയും ചെയ്യും അല്ലെ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയും ടീച്ചർ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അങ്കിള് ഇവിടെ തൊട്ടാൽ പറയണം, ഇവിടെ തൊട്ടാ പറയുന്നത്, ഇവിടെ തൊട്ടാ പറയണ്ട എന്നുള്ളത് വ്യക്തമായിട്ട് കുട്ടികൾ പറഞ്ഞു തരും അല്ലെ. അപ്പൊ ടീച്ചർ പറയുമ്പോൾ കുറച്ചും കൂടി എന്താണ് അതിനെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് അവർ ഇത് എടുക്കുന്നത്. കാരണം എന്താണ് ആ അധ്യാപകനോടുള്ള ഒരു അറ്റാച്ച്മെന്റ്, ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് കുട്ടികൾ അത്രയും അധ്യാപകന് ആ പ്രാധാന്യം കൊടുക്കുന്നതും അവർ പറയുന്ന കാര്യങ്ങൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് എല്ലാ ഗ്രൂപ്പുകൾക്കും നമ്മൾ ധാർമ്മികമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുക മാത്രമല്ല കൗമാരക്കാരികൾ ഉദ്ദേശിക്കുന്നെങ്കിൽ അഡോളസൻസുമായി ബന്ധപ്പെട്ട ലൈംഗിക വിദ്യാഭ്യാസം നൽകുക. അതോടൊപ്പം തന്നെ എന്താണ് that will help them to attain emotional balance and tolerance. അപ്പൊ നമ്മൾ ഈ ധാർമ്മിക വിദ്യാഭ്യാസം സെക്സ് എഡ്യൂക്കേഷൻ ഒക്കെ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് എന്താണ് ലഭിക്കുന്നത്? ടോളറൻസ്. എന്താണ് അവർക്ക് നല്ല രീതിയിലുള്ള വൈകാരിക സമനിലതയും സഹിഷ്ണുതയും കൈവരിക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, അധ്യാപകന്റെ റോളാണ് നമ്മളിപ്പോ പറഞ്ഞത്, റോൾ ഓഫ് ദ ടീച്ചർ. കുട്ടിയുടെ വൈകാരികമായിട്ടുള്ള ഡെവലപ്മെന്റിന്റെ വികസനത്തിന് സ്വാധീനിക്കാനായിട്ട് അധ്യാപകൻ എന്തെല്ലാം റോളുകൾ കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങളിപ്പോ 8 പോയിന്റ്സ് നമ്മൾ നോക്കി. ഇത് കൂടാതെ ഒരു 3 പോയിന്റ്സ് കൂടി നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ ആക്ടിവിറ്റി ബുക്കിൽ ഒന്ന് എഴുതണം. ഒരു 3 പോയിന്റ്സ്. നിങ്ങളൊരു ടീച്ചർ ആണെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും കുട്ടികളുടെ ഇമോഷൻസിനെ കൈകാര്യം ചെയ്യുന്നത് എന്നതുമായി ബന്ധപ്പെട്ട ഒരു 3 പോയിന്റ്സ് മലയാളത്തിലോ ഇംഗ്ലീഷിലോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഓക്കെ, മനസ്സിലായോ? ഓക്കെ. അടുത്ത പോയിന്റ് എടുക്കുവാണ് കേട്ടോ. സോഷ്യൽ ഡെവലപ്മെന്റ് ഡ്യൂറിങ് ഇൻഫാൻസി. നെക്സ്റ്റ് വരുന്നത് സോഷ്യൽ ഡെവലപ്മെന്റ് ആണ്. സോഷ്യൽ ഡെവലപ്മെന്റ് ഡ്യൂറിങ് ഇൻഫാൻസി. അപ്പൊ എന്താണ് സോഷ്യൽ ഡെവലപ്മെന്റ് നമ്മൾ കൊടുത്തിട്ടില്ല, നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്യാവോ പറയുന്നത്? സോഷ്യൽ ഡെവലപ്മെന്റ് ഓർ സോഷ്യലൈസേഷൻ എഴുതിക്കോളൂ കേട്ടോ. സോഷ്യൽ ഡെവലപ്മെന്റ് നിന്ന് ഹെഡിങ് കൊടുക്കുക, ഞാൻ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യാം. Social development or socialization. Social development or socialization implies 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 the development of social development or socialization. Social development or socialization implies 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 the development of implies the development of the development of the development of the development of an individual, the development of an individual, the development of an individual in such a way, in such, 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 in such a way, way, in such a way, as he becomes, 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 he becomes a useful member, or
a useful member or society or group. Society or group. Society or group. ഒന്നുകൂടി വായിക്കാം കേട്ടോ, ശ്രദ്ധിക്കാം. Social development or socialization implies the development of an individual in such a way as he becomes a useful member of society or group. എഴുതിയോ എല്ലാവരും? സൊസൈറ്റി ഓൺ Group, GROUP. A useful member of na Useful member or society or group. or society or group. എന്താണ് സാമൂഹ്യ വികസനം അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്? ഒരു വ്യക്തി സമൂഹത്തിലോ ഗ്രൂപ്പിലോ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു അംഗമായി മാറുന്ന അവന്റെ വികാസത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ, സാമൂഹ്യവൽക്കരണം എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തി സമൂഹത്തിലോ ഗ്രൂപ്പിലോ ഉപയോഗപ്രദമായിട്ടുള്ള രീതിയിൽ ഒരു അംഗമായി, ഒരു മെമ്പറായി മാറുന്ന വിധത്തില് അവന്റെ വികാസത്തെ കാണിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, എഴുതിയത്? അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞ സാമൂഹ്യ വികസനം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സാമൂഹ്യമായിട്ടുള്ള പശ്ചാത്തലത്തില് പക്വത കൈവരിക്കുന്നതിനെയാണ് എന്ത്? സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സൊസൈറ്റിയോട് നമുക്ക് എപ്പോഴാണ് ഇടപെടാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ ഒരു മെമ്പർ ആണെന്ന് അംഗീകരിക്കുന്നതിനാണ് എന്ത്? സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, മനസ്സിലായോ? പറഞ്ഞിരിക്കാൻ പറഞ്ഞു തന്നത് കേട്ടോ. Next up, social development during infancy. Social development during infancy. At birth, infants are not sociable. At birth, infants are not sociable. ജനന സമയത്ത് കുട്ടികള് സോഷ്യബിൾ ആണോ? ജനിക്കുന്ന സമയത്ത് അല്ല. സാമൂഹ്യവൽക്കരണം നടക്കത്തില്ല, അല്ലെ? ഓക്കെ, പിന്നെ എപ്പോഴാണ്? around the age of 6 weeks, a true social smiling response to a person appears, and this is the beginning of socialization. Then ഒരു 6 weeksന് ശേഷം കുട്ടി ആദ്യമായി ഒരു ചിരി ചിരിക്കുന്നു. നോക്കാം, കുഞ്ഞൊരു ആദ്യമായ ഒരു ചിരി ചിരിക്കുന്നത് എപ്പോഴാണ്? കുഞ്ഞ് ആദ്യമായ ഒരു ചിരി ചിരിക്കുന്നത്, ഒരാളെ തിരിച്ചറിയുന്നത്, അല്ലെ? ഒരാളുടെ മുഖത്ത് നോക്കി സ്മൈലിംഗ് റെസ്പോൺസ് ടു എ പേഴ്സൺ, മറ്റൊരാളുമായി ചിരിക്കുമ്പോഴാണ്, മറ്റൊരാളെ കണ്ട് ചിരിക്കുന്ന സമയത്താണ് കുട്ടിയിൽ എന്ത് സംഭവിക്കുന്നത്? ബിഗിനിങ് ഓഫ് സോഷ്യലൈസേഷൻ, അല്ലെ? സാമൂഹ്യവൽക്കരണം സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? ഒരാളെ കണ്ട് കുഞ്ഞ് ചിരിക്കുന്ന സമയത്താണ് എന്ത്? സോഷ്യലൈസേഷൻ ബിഗിൻ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? സെക്കൻഡ് വൺ. Okay. Then 2 to 3 months. 2 to 3 months, infants can identify people from inanimate objects, recognize its mother, and are unhappy on separation. എന്താ പറയുന്നത്? 2 to 3 months ആകുമ്പോഴത്തേക്കും കുട്ടിയെ മറ്റുള്ളവരെ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങും. പിന്നെ അമ്മയിൽ നിന്നും ഉള്ള സെപ്പറേഷൻ അതിന് സന്തോഷകരമല്ലായിരിക്കും. അതായത് 2 to 3 months ആകുന്ന സമയത്താണ് കുട്ടികൾ എന്താണ് ഓരോ ഒബ്ജക്ട്സിന്, പ്രത്യേകിച്ച് നിർജീവമായിട്ടുള്ള വസ്തുക്കളൊക്കെ കുട്ടികള് പാവാപ്പോ അല്ലെങ്കിൽ ഫാൻ, കളിപ്പാട്ടങ്ങളൊക്കെ കുഞ്ഞുങ്ങള് എന്താണ് ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങുന്നത്. ദെൻ ആ സമയത്ത് തന്നെ എന്താണ്? റെക്കഗ്നൈസ് ഇറ്റ്സ് മദർ ആർ അൺഹാപ്പി ഓൺ സെപ്പറേഷൻ. അതായത് അമ്മയില്ലാത്ത സമയത്ത് കുട്ടിക്ക് എന്ത് ഫീലിംഗ് ഉണ്ടാവുന്നു? അമ്മയില്ലാത്ത സമയത്ത് കരച്ചിലായിരിക്കും, സെപ്പറേഷൻ ഫീൽ ചെയ്യാണ്, അല്ലെ? ഓക്കെ, അവിടെ വരെ എടുക്കുന്നുണ്ട് കേട്ടോ.
നോട്ട് ചെയ്തിട്ടേക്കണേ പോയിന്റ്. സൈൻ ഔട്ട് ഉണ്ടായിരുന്നില്ലേ? സൈൻ ഔട്ട് സൈൻ ഇൻ ഒന്നും ഇല്ല. ഇല്ല, സൈൻ ഔട്ട് ആരും പറയുന്നില്ല. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? എന്തോ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? അതെ, ആ. നമ്മളിപ്പോ അസൈൻമെന്റ്സ് സെൻഡ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോ നമ്മള് ഓരോന്ന് ചെയ്യുമ്പോ നമ്മളത് മെൻഷൻ ആണോ എഴുതേണ്ടത്? അതായത് പേര്, നമ്മുടെ പേരും. മനസ്സിലാവില്ല. അതെ, നമ്മള് അസൈൻമെന്റ് എഴുതി സെൻഡ് ചെയ്യുമ്പോഴേ ആ. നമ്മള് എപ്പോഴും ഓരോ ഇതും അയക്കുമ്പോഴും നമ്മൾ മെൻഷൻ ചെയ്തിട്ട് തന്നെ അയക്കണം. അതായത് പേരും ടീച്ചറുടെ പേര്, നമ്മുടെ ഇത് ഒക്കെ. അങ്ങനെ അയക്കണം, അല്ലെങ്കിൽ ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. ഓക്കെ ഓക്കെ. ഇപ്പൊ മാം ഇപ്പൊ ഒരു 4-5 അസൈൻമെന്റ് ഒരൊറ്റ ഇതിന് തന്നിട്ടുണ്ട്. അപ്പൊ അത് നമ്മള് കംപ്ലീറ്റ് ആയത് ഫസ്റ്റ് അയക്കണു. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും അതിന്റെ ഇത് അയക്കുമ്പോ വീണ്ടും ചെയ്തിട്ട് അയച്ചാൽ മതിയാകും കേട്ടോ. അതല്ലേ? അതല്ല മാം, അതെന്താ ചോദിക്കാന്ന് വെച്ചാല്, നമ്മൾ ഒരു അസൈൻമെന്റ് അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഹാൻഡ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് വരും. അല്ലാതെ മാർക്ക് വരുന്നതിന് മുന്നേ നമ്മൾ വീണ്ടും രണ്ടാമത് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അൺസബ്മിറ്റ് ചെയ്തിട്ട് വേണം വീണ്ടും ചെയ്യാൻ. എന്നിട്ട് രണ്ടാമതും മുഴുവൻ അയക്കേണ്ടി വരും. അപ്പൊ മറ്റേതും ഇതും കൂടി മിക്സ് ആയി പോകുമോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ചോദിക്കുന്നുണ്ടാകുക. കാരണം 5 അസൈൻമെന്റ് ഒരുമിച്ചിട്ടാണ് ആ ക്വസ്റ്റ്യനിലുള്ളത്. അതെ, ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. നിങ്ങൾ ഇവിടെ ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് ചോദിക്കാവോ എങ്ങനെയാണെന്ന്? ഇവര് പറയും ഇങ്ങനെ അയക്കണം കേട്ടോ. അപ്പൊ അത് ചോദിച്ചിട്ട് അയച്ചാൽ മതി. ഒരു നമ്പർ അസൈൻമെന്റ് സെൻഡ് ചെയ്യേണ്ട ഒരു നമ്പർ തന്നിട്ടുണ്ട്, അതിലുള്ള ആ മാമിനെ വിളിച്ചാൽ മതിയോ? അല്ലെങ്കിൽ വേറെ ഇവിടെ ടെക്നിക്കൽ ടീമിന്റെ കോർഡിനേറ്റേഴ്സിന് നമ്പർ ഉണ്ടോ? ജയ സാറിന്റെ നമ്പർ ഉണ്ട്. എന്നാ സാറിനോട്, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ മെസ്സേജ് അയച്ചു കാണുന്നില്ല, റിപ്ലൈ ഇല്ലെങ്കിൽ മാത്രം സാറിനെ വിളിക്കാം കേട്ടോ. ഓക്കെ, ശരി. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. താങ്ക് യു. Thank you, ma'am. താങ്ക് യു.